ഹലോ, നമസ്കാരം. ജയരാജ് പണിക്കരാണ്. ഞാൻ 40 വർഷം മുമ്പ് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവകഥയാണ് നിങ്ങളോട് പറയുന്നത്. അന്ന് എനിക്ക് പ്രായം ഒരു 23 വയസ്സാണ്. ജ്യോതിഷം പഠിക്കണമെന്നുള്ളതായിട്ടുള്ള ആഗ്രഹമായിരുന്നു എനിക്ക് ആദ്യം മുതലുള്ളത്. കാരണം എൻ്റെ അമ്മയുടെ ഇളയച്ചൻ മഹാജ്യോത്സ്യനായിരുന്നു. കോട്ടപ്പുറത്തെ കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്ത് കുമാരക്കുട്ടി ആശാൻ എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ അടുത്ത് അന്ന് ജ്യോതിഷം നോക്കുവാൻ വളരെ മഹത് വ്യക്തികളൊക്കെ വരാറുണ്ടായിരുന്നു. കാലത്തെ മുതലേ ഭയങ്കര തിരക്കായിരുന്നു. അവരൊക്കെ അച്ഛന് കൊടുക്കുന്നതായിട്ടുള്ള ഒരു ആദരവ്, ഇതൊക്കെ കണ്ട് എനിക്ക് ജ്യോതിഷത്തിനോട് ഭയങ്കര താല്പര്യമുള്ളതായിട്ടുള്ള ഒരു വിഷയമായിരുന്നു. അങ്ങനെ ഈ വയസ്സിൽ ഞാൻ ജ്യോതിഷം പഠിക്കുവാനായി ഗുരുനാഥനെ കണ്ടെത്തുകയും അങ്ങനെ അവിടെ ഗുരുനാഥൻ്റെ അടുത്ത് പോയി 2 വർഷത്തോളം തുടർച്ചയായി പോയി ജ്യോതിഷം പഠിക്കുകയുണ്ടായി. അതിനുശേഷം ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി വീട്ടിൽ ഇരിക്കുകയുണ്ടായി. കുറച്ച് ആളുകളൊക്കെ വീട്ടിലൊക്കെ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ള സമയത്താണ് ഞങ്ങളുടെ ദേശത്ത് പുത്തമ്പുര എന്ന് പറയുന്നതായിട്ടുള്ള ഒരു തറവാട്ടുകാരുണ്ടായിരുന്നു. അപ്പോൾ അവരുടേതായിട്ടുള്ള ക്ഷേത്രം എന്നല്ല, ഒരു കൊട്ടിൽ എന്ന് പറയാം, അവിടെ അവരുടെ കുടുംബ മടവതികളെയും അതേപോലെ തന്നെ മറ്റു കാരണന്മാരെയൊക്കെ ഇരുത്തിയിട്ടുള്ളതായിട്ടുള്ള ഒരു കൊട്ടിൽ. അവിടുത്തെ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് എന്നെ ക്ഷണിക്കുകയുണ്ടായി. അപ്പോൾ അവരൊരു കാര്യം പറഞ്ഞത്, വൈകിട്ടാണ് അവർക്ക് സൗകര്യം. കാരണം വന്ന് പണിക്കൊക്കെ പോയിട്ട് വൈകിട്ടാണ് ആൾക്കാരെല്ലാവരും എത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വൈകിട്ട് 7 മണിക്ക് എത്തിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആ പ്രായത്തിലൊക്കെ ഞാൻ 23 വയസ്സല്ലേ. അപ്പോൾ അന്നത്തെ ആ സാഹചര്യമൊക്കെ വേറെ ഒന്നും ചിന്തിച്ചില്ല, വൈകിട്ട് തന്നെ ചെല്ലാമെന്ന് പറയുകയുണ്ടായി. അപ്പോൾ ആദ്യമായിട്ടാണ് ജ്യോതിഷത്തിന് പുറത്തേക്ക് പോകുന്നത്, അതും ഒരു ക്ഷേത്ര സംബന്ധമായിട്ടുള്ള കാര്യം നോക്കുവാനായിട്ട്. അച്ഛനും അമ്മയ്ക്കും രാത്രി പോകുന്നതിൽ വളരെ വിഷമവുമുണ്ട്. ഒറ്റയ്ക്ക് പറഞ്ഞയക്കുന്നതിൽ എന്തോ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുമുണ്ട്. അങ്ങനെ അച്ഛൻ്റേതായിട്ടുള്ള ഒരു സുഹൃത്തിനെ കൂടെ പറഞ്ഞയക്കാനായിട്ട് നിശ്ചയിക്കുകയുണ്ടായി. അങ്ങനെ ഞാനും അച്ഛൻ്റെ സുഹൃത്തും കൂടി വൈകിട്ട് 7 മണിയോടുകൂടി ആ സ്ഥലത്തെത്തി. 7-7:30 കൂടിയിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അങ്ങനെ അവിടുത്തെ ആ ക്ഷേത്രത്തിൻ്റെ ആ കൊട്ടിലിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. ഓരോ ഭാഗമൊക്കെ ഇങ്ങനെ അത്ര ഇടിഞ്ഞ് അത്ര ശുഭകരമായിരുന്നില്ല. അതിനോട് ചേർന്ന ഒരു തറവാടുണ്ട്, അവിടുത്തെ അവസ്ഥയും പരിതാപകരമായിരുന്നു. എല്ലാം കൊണ്ടും ഒരു വിഷമ അവസ്ഥയിലാണ് കണ്ടത്. അങ്ങനെ ആളുകളൊക്കെ എത്തി 8 മണിയോടുകൂടി ജ്യോതിഷം ഒക്കെ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു 12-1 മണിയൊക്കെ ആയിട്ടുണ്ടാവണം. അതൊക്കെ കഴിഞ്ഞ് പരിഹാര മാർഗങ്ങളൊക്കെ പറഞ്ഞ് ദക്ഷിണയൊക്കെ വാങ്ങി ഞാനും അച്ഛൻ്റെ സുഹൃത്തും കൂടി വീട്ടിലേക്ക് മടങ്ങുകയാണ് ഉണ്ടായത്. മടങ്ങുന്ന വഴി ഒരു 1/2 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ വീടെത്തി. അദ്ദേഹം ഇനി ഒറ്റയ്ക്ക് പോവില്ലേ എന്ന് ചോദിച്ചു. ഞാൻ ശരി എന്ന് പറഞ്ഞ് അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് കയറിപ്പോയി. അതിനുശേഷം ഒരു കയറ്റമാണ്. അപ്പോൾ ആ കയറ്റത്തെ ഞാൻ റേഞ്ചർ സൈക്കിളിലാണ് അന്ന് ഞാൻ പോകുന്നത്. അന്ന് റേഞ്ചർ സൈക്കിളൊക്കെ വാങ്ങിച്ച് ഭയങ്കര ത്രില്ലിലാണ് ആദ്യമായിട്ട് പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ ഈ കയറ്റം ഞാൻ സൈക്കിൾ തള്ളി കയറ്റി മുകളിലെത്തി, കയറ്റത്തിൻ്റെ മുകളിലെത്തി. പിന്നെ അവിടെ നിന്ന് ഒരു കുത്തനെ ഒരു ഇറക്കമാണ്. സൈക്കിളിൽ കയറാനായിട്ട് ഇങ്ങനെ ഒരുങ്ങുന്നതായിട്ടുള്ള സമയത്ത് എൻ്റെ മുൻഭാഗത്ത് വലതുവശത്ത് കൂടെ പുറകിലിട്ട് എന്തോ ഒരു നിഴൽ മാറുന്ന പോലെ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ 2 കൈയും സൈക്കിളിൻ്റെ ഹാൻഡിൽ പിടിച്ച് തല മാത്രം തിരിച്ച് ബാക്കിലേക്ക് നോക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ കണ്ട കാഴ്ച
ഒരു രണ്ടാൾ ഉയരത്തിൽ, വളരെ മെലിഞ്ഞ് രണ്ടാൾ ഉയരത്തിൽ അതിനേക്കാൾ ഉയരമുള്ള ഒരു വടി കുത്തിപ്പിടിച്ച് ഞാൻ എങ്ങനെയാണോ ബാക്കിലേക്ക് നോക്കുന്നത് അതേപോലെ അദ്ദേഹം അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് എന്നെ തിരിഞ്ഞ് തല മാത്രം തിരിച്ചു നോക്കുന്നു. ഇത് കണ്ട മാത്രയിൽ തന്നെ എൻ്റെ കണ്ണുകളിലൊക്കെ ഒരു ഇരുട്ട് കയറുന്ന പോലെ തോന്നി. അപ്പോൾ എൻ്റെ ഗുരുനാഥൻ ഒരു ഗണപതി ഭക്തനാണ്. അദ്ദേഹം ഗണപതിക്ക് പൂജ ചെയ്യുന്നതായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഗണപതിയെ കൊമ്പൻ എന്നാണ് വിളിക്കാറ്. ഞാനും കൊമ്പ എന്ന് വിളിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അവിടെ നിന്ന് കുത്തനെയുള്ള ഇറക്കമാണ്. ഇറക്കം കഴിഞ്ഞതിന് ശേഷം ഒരു കുറച്ച് വഴി, ഒരു 1/4 കിലോമീറ്ററോളം, അന്നൊക്കെ ഇടവഴിയാണ്, ഒരു കുണ്ടും കുഴിയും നിറഞ്ഞതായിട്ടുള്ള വീട്ടിലേക്കുള്ളതായിട്ടുള്ള വഴി. എന്നിട്ട് ആരെങ്ങൊന്നുമില്ല, മണ്ണൊക്കെ കുത്തിയൊലിച്ച് പോയി കുണ്ടും കുഴിയൊക്കെ ഉള്ളതായിട്ടുള്ള റോഡാണ്. ചുറ്റും പട്ടലും അങ്ങനെയുള്ളതായിട്ടുള്ള ഒരവസ്ഥ കൂടിയാണ് വീട്ടിലേക്ക് പോകേണ്ടത്. അങ്ങനെ ഞാൻ സൈക്കിളിൽ വീട്ടിലെത്തുന്നുണ്ട്. എത്തുമ്പോൾ അച്ഛനും അമ്മയും എന്നെ കാത്ത് ഇറയത്ത് തന്നെ പടിക്കിലേക്ക് നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒന്നും പറയാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ നേരെ അകത്തേക്ക് കയറി പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ കട്ടിൽ ചെന്ന് വീണു എന്ന് തന്നെ പറയാം. പിറ്റേ ദിവസം, അടുത്ത ദിവസം രാവിലെ അമ്മ വന്ന് വിളിച്ചു, ചായയൊക്കെ തന്ന് ഞാൻ അങ്ങനെ ചായ കുടിച്ചിരിക്കുമ്പോൾ അമ്മ ചോദിക്കുകയാണ്, ഇന്നലെ മോൻ രാത്രി വന്നിട്ട് ഞങ്ങളോട് ഒന്നും മിണ്ടാതെ നിന്നെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു പടിക്കിലേക്ക്, ഒന്നും മിണ്ടാതെ നീ അകത്തേക്ക് കയറി പോവുകയാണ് ഉണ്ടായത്. എന്താണ് ഞങ്ങളങ്ങോട്ട് നോക്കിയിരിക്കുമ്പോൾ കോരപ്പൻ പടിക്കല്ലേ വന്നിട്ട് ഇങ്ങോട്ട് കയറാതെ എന്താണ് പോയത് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ആ കുന്നിൻ പുറത്ത് വെച്ചുണ്ടായതായിട്ടുള്ള ഞാൻ കണ്ട കാഴ്ച എന്തായിരുന്നു. അതുപോലെ എൻ്റെ അമ്മ പറഞ്ഞതുപോലെ എൻ്റെ സൈക്കിളിൻ്റെ പുറകിൽ നിന്ന് ഇറങ്ങിപ്പോയത് ആരായിരുന്നു? ഇന്നും എനിക്ക് ഉത്തരം കിട്ടാത്തതായിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു ജീവിത അനുഭവമാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവച്ചത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സഹകരിക്കുക. ഇനിയും എൻ്റെ ജീവിതാനുഭവങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. നന്ദി, നമസ്കാരം.